നമസ്കാരം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് PCC ആണ്, പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്. ആദ്യമായിട്ട് പാസ്പോർട്ട് എന്ന് പറയുന്ന സൈറ്റിൽ കയറിയിട്ട് ന്യൂ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. എനിക്ക് ഓൾറെഡി അക്കൗണ്ട് ഉണ്ട്, അതുകൊണ്ട് ഞാൻ എക്സിസ്റ്റിംഗ് യൂസർ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് യൂസർ ID, അതുപോലെ പാസ്വേഡ്, പിന്നെ ക്യാപ്ചർ എൻ്റർ ചെയ്തിട്ട് ലോഗിൻ ചെയ്യുകയാണ്. ഇതിൽ ന്യൂ രജിസ്ട്രേഷൻ ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഇത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ പോയിട്ട് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നമ്മുടെ പാസ്പോർട്ടിലുള്ള ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ എൻ്റർ ചെയ്യണം. പാസ്പോർട്ട് നമ്പർ, അതുപോലെ പാസ്പോർട്ട് ഇഷ്യൂ ചെയ്ത ഡേറ്റ്, എക്സ്പയറി ഡേറ്റ്, ഇഷ്യൂ ചെയ്ത പ്ലേസ്, അതുപോലെ ഏത് രാജ്യത്തേക്കാണ് PCC ആവശ്യമുള്ളത് അത് ക്ലിക്ക് ചെയ്യണം. അത് അവിടെ സെലക്ട് ചെയ്യണം. പിന്നെ എന്ത് പർപ്പസ് ആണെന്നുള്ളത്, വിസിറ്റിംഗ് ആണോ, ടൂറിസം ആണോ, ജോബാണോ, അങ്ങനെ ഓരോ ഓപ്ഷൻസ് ഉണ്ടാവും. നമ്മളങ്ങനെ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നമ്മുടെ പാസ്പോർട്ടിലുള്ള പോലെ തന്നെ നമ്മുടെ പേര്, സർനെയിം, ജെൻഡർ, ഡേറ്റ് ഓഫ് ബർത്ത്, പ്ലേസ് ഓഫ് ബർത്ത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിൽ സിമ്പിളായിട്ട് നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവുന്നതാണ്. പാസ്പോർട്ടിലുള്ള പോലെ തന്നെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുക. ഇതിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ അതിൽ ന്യൂ രജിസ്ട്രേഷനിൽ കയറിയിട്ട് ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഫില്ല് ചെയ്ത് ഒരു യൂസർ ഐഡിയും പാസ്വേഡും ക്രിയേറ്റ് ചെയ്യണം. എന്നിട്ടാണ് ഇതിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടത്. എന്നിട്ട് ആ യൂസർ ഐഡിയും പാസ്വേഡും വെച്ചിട്ടാണ് നമ്മൾ ലോഗിൻ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ എങ്ങനെയാണ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം. ഇതിൽ ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് എൻ്റർ ചെയ്തതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കുക. അതിനുശേഷം ഫാദർ നെയിം, മദർ നെയിം, മാരീഡ് ആണെങ്കിൽ വൈഫിൻ്റെ പേര്, ഇത്രയും കാര്യങ്ങൾ എൻ്റർ ചെയ്തിട്ട് വീണ്ടും നെക്സ്റ്റ് കൊടുക്കുക. PCC രണ്ട് വിധത്തിലാണ് ഉണ്ടാവുക. ഒന്ന് നമ്മൾ ഇന്ത്യക്ക് പുറത്തേക്കാണെങ്കിൽ നമ്മൾ പാസ്പോർട്ട് ഓഫീസ് വഴിയാണ് PCC എടുക്കേണ്ടത്. അതല്ല കേരളത്തിനകത്തോ അല്ലെങ്കിൽ കേരളത്തിന് പുറത്ത് ജോലിക്കാണെങ്കിൽ നമ്മൾ ലോക്കൽ PCC തുണ എന്ന് പറയുന്ന സൈറ്റിലാണ് ചെയ്യേണ്ടത്. അത് ഞാൻ പിന്നീട് വേറൊരു വീഡിയോ ചെയ്യുന്നതാണ്. ഇതിൽ നമ്മൾ കൊടുക്കേണ്ടത് പാസ്പോർട്ടിലുള്ള പോലെ തന്നെ അഡ്രസ്സ്, വില്ലേജ്, സ്റ്റേറ്റ്, ഡിസ്ട്രിക്ട്, നമ്മുടെ പോലീസ് സ്റ്റേഷൻ, പിൻകോഡ്, മൊബൈൽ നമ്പർ, ഇമെയിൽ ID. അപ്പോൾ പോലീസ് സ്റ്റേഷൻ ഒന്നും മാറിക്കൊടുക്കരുത്. മാറിക്കൊടുത്തിട്ടുണ്ടെങ്കിൽ റിജക്റ്റ് ആവും. അപ്പോൾ കറക്റ്റ് നമ്മുടെ പോലീസ് സ്റ്റേഷൻ അഡ്രസ്സ്, പിൻകോഡ് എല്ലാം കറക്റ്റായിട്ട് തന്നെ കൊടുക്കണം. ഇത്രയും ഡീറ്റെയിൽസ് എൻ്റർ ചെയ്തതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കുക. ഇമെയിൽ ID മാൻഡേറ്ററി ആണ്, പക്ഷെ അതിലേക്കൊന്നും വരാനൊന്നുമില്ല. അതുകൊണ്ട് ഏതെങ്കിലും ഒരു മെയിൽ ID കൊടുത്താലും മതി. മൊബൈൽ നമ്പർ കറക്റ്റ് ആയിരിക്കണം. അതിനുശേഷം ഇതെല്ലാം നോ കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്തതിന് ശേഷം നമ്മൾ പ്ലേസ് എവിടെയാണോ അത് കൊടുക്കുക. പ്ലേസ് കൊടുത്തതിന് ശേഷം I agree എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് സേവ് ഡീറ്റെയിൽസ് കൊടുക്കുക. ഇനി നമുക്കിത് വായിച്ചു നോക്കണമെങ്കിൽ ഇവിടെ പ്രിവ്യൂ PCC ഫോം എന്നുണ്ടാവും റൈറ്റ് സൈഡിലായിട്ട്. അത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കിത് കൊടുത്ത ഡീറ്റെയിൽസ് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യാം. അത് ഓക്കെ ആണെങ്കിൽ സബ്മിറ്റ് ഫോം എന്നുള്ള താഴെയുള്ള അവിടെ ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നമ്മൾ പോവുക പാസ്പോർട്ട് ഓഫീസ് സെലക്ട് ചെയ്യുക, നമ്മുടെ അടുത്തുള്ളത്. അപ്പോൾ നമുക്ക് റൈറ്റ് സൈഡിലായിട്ട് നമ്മുടെ പാസ്പോർട്ട് ഓഫീസും അവിടെ അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റും കാണിക്കുന്നതാണ്. ഞാനിപ്പോൾ മലബാർ സൈഡ് ആയതുകൊണ്ട് അവിടുത്തെ എല്ലാം കാണിക്കും. അതിനുശേഷം നമ്മൾ ഡേറ്റ് സെലക്ട് ചെയ്യാം. അവിടെ കലണ്ടറിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഡേറ്റ് സെലക്ട് ചെയ്തിട്ട് പേയ്മെൻറ്റ് എന്നുള്ള ഓപ്ഷനിൽ പോവുക. നമ്മൾ നെറ്റ് ബാങ്കിങ് ആണ് ഞാൻ ഇപ്പോൾ ഉപയോഗിക്കുന്നത്. നെറ്റ് ബാങ്കിങ് ക്ലിക്ക് ചെയ്യാം. യൂസർ ID പാസ്വേഡ് എല്ലാം കൊടുത്ത് OTP എൻ്റർ ചെയ്ത് കൺഫേം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒരു റിസിപ്റ്റ് വരും. നമ്മുടെ ഡീറ്റെയിൽസ് അതിന് താഴെ ഉണ്ടാകും ഗെറ്റ് അപ്പോയിൻമെൻറ്റ് റിസിപ്റ്റ്. അതിൽ ക്ലിക്ക് ചെയ്ത് ഈ പേജ് ഡൗൺലോഡ് ചെയ്തിട്ട് കൊണ്ടുപോകണം.